നമ്മുടെ ഈ പ്രതിമ നടത്തുന്നത് സാറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സുഹൃത്തംഗം കൂടിയായ നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ എസ് ശിവപ്രസാദാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. ഈ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാന കമ്മിറ്റി സദാനന്ദ സാറ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര സാറ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിൻ്റെ സെക്രട്ടറി ശ്രീ എസ് പി രാജേന്ദ്ര സാറ്, പിന്നീട് നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ ദേശീയ കുടുംബാംഗങ്ങൾ, നമ്മുടെ അനുമോദനം സ്വീകരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രതിഭകളെ, നമ്മുടെ ഈ പരിപാടി നല്ല സംഘടനയോട് ചെയ്യണം പ്രതീക്ഷിക്കാണ് നമ്മൾ ഈ ഡേറ്റിൽ കൊണ്ടെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്മസിൻ്റെ അവധി പ്രമാണിച്ച് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അതിന് എത്താതെ പറഞ്ഞ് എത്തിയിട്ടില്ല. ഇത് തന്നെയായാലും നമ്മുടെ സംഘടനയുടെ ആമുഖത്തെക്കുറിച്ചും സംഘടനയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും നമ്മുടെ സെക്രട്ടറി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മൾ വളരെ കെട്ടുറപ്പോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കെട്ടുറപ്പുകളെ കൂടുതൽ അടിസ്ഥാനപരമായിട്ട് പുറപ്പെടുന്നതാണ് ഇത്തരം വേദികൾ. അതുപോലെ തന്നെ കേവലം നമ്മുടെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ മാത്രം വാങ്ങിക്കൊണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സമൂഹമല്ല കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. തീർച്ചയായിട്ടും ഒട്ടനവധി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ SST. അത് എണ്ണി പറഞ്ഞ് ഇവിടെ ഇനി അതിന് സമയം നമ്മൾ വഹിക്കുന്നു. എങ്കിൽ പോലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സംഘടനാ പ്രവർത്തനം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അത് ഈ വേദിയിൽ വെച്ച് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മളൊന്നും അറിയാതെ നമ്മുടെ പെൻഷൻ സംസ്ഥാന ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും നമുക്ക് നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമായിരുന്നു. ഇപ്പം തീർച്ചയായിട്ടും ഈ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് നമ്മളെ സമൂഹത്തിൽ നമ്മൾ ഈ പെൻഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് വീട്ടിലൊരു വിലയും നിലയുള്ളത്. എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് പൈസ ചിലവാക്കാനും ചോദ്യമാണ് നമ്മുടെ പെൻഷൻ. അതിന് നമുക്ക് നമ്മുടെ സംഘടനാ നേതൃത്വം, ബഹുമാനപ്പെട്ട നേതൃത്വം അതിൽ കാര്യമായി ഇടപെടുന്നില്ല. നമ്മുടെ ഒരു അംഗം ഇപ്പം പിന്നെ ഇവിടെ വന്നിരിക്കേണ്ട അമ്പിളി ചേച്ചി, ഞാൻ ഇന്നലെ വിളിച്ചാൽ പറഞ്ഞു ഞാൻ കിംസിൽ അഡ്മിറ്റാണ് ടീച്ചറെ, എനിക്ക് മെഡിസിപ്പിൽ ഒരു ആനുകൂല്യം കിട്ടത്തില്ല, ഇവിടെ മെഡിസിപ്പും ഇല്ല, ഇവിടെ ഒരു ആനുകൂല്യം ഇല്ല, ഞാൻ ഇറങ്ങി വന്നാൽ എൻ്റെ ബില്ല്. തീർച്ചയായിട്ടും ഈ വേദിയിൽ വെച്ച് അതിനൊരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷ എനിക്കുണ്ട്. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പിരിവുകൾ ഇത് സാധാരണക്കാരായ ഓരോ പെൻഷൻ അംഗങ്ങൾക്കും അത് അഭിമുഖീകരിക്കാൻ വളരെയധികം പ്രയാസമാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ DA അല്ലെങ്കിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ യഥാസമയം തരുന്നില്ല എങ്കിൽ ഓക്കെ, സർക്കാരിന് കൈ പൈസ ഇല്ല, ഓക്കെ, നമ്മൾ അംഗീകരിച്ചു. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അംഗീകരിച്ചു. ഞാൻ സർക്കാർ വിമർശകരുടെ വേദി എടുത്തതല്ല ഇത്, നിങ്ങൾ ആ രീതിയിൽ എടുക്കണം. പക്ഷേ എന്താ പ്രശ്നം? ഇങ്ങനെ നമുക്ക് കൊറോണ സമയത്ത് പോലും നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് സുഭിക്ഷമായി വന്നുകൊണ്ടിരുന്നത്, അതും പ്ലസ് പോയിന്റാണ്. പക്ഷേ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മളെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷയും യൂണിറ്റിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള സഹപ്രവർത്തകയായിട്ടുള്ള ശ്രീരാഘവൻ സാർ, അതുപോലെ ഇവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ അനിതകുമാരി ടീച്ചർ, ഭരണഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഈ സദാനന്ദ സാർ, ആശംസകൾ അർപ്പിക്കുന്ന നമ്മളെ എൻ്റെ സഹപ്രവർത്തകയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി കനകമ്മ ടീച്ചർ, അത് വിളിക്കാതെ വന്നതെന്നാ പറയുന്നത്, പുറകെ കുത്തുന്നത് അതുകൊണ്ടാണ്. ഒരു കുടുംബാംഗമാണ്, വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിഞ്ഞാൽ വരണം, അങ്ങനെ തന്നെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനുഭവം കേക്ക് മുറിച്ചുകൊണ്ട് ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് ആദ്യമായിട്ടാണ്. ഒട്ടനവധി കുടുംബ സംഗമങ്ങളിലും സാംസ്കാരിക സമ്മേളനങ്ങളിലും വനിതാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരാളെന്നുള്ള എനിക്ക് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഈ യൂണിറ്റിനെ ശ്ലാഘിക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ നമ്മളെ സംഘടന
1992 കാലഘട്ടത്തിൽ രൂപീകരിക്കുമ്പോൾ നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് രൂപീകരിച്ചെങ്കിൽ പോലും സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ സഹജീവി സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ സംഘടന 3, 4 ഒരു വർഷം 3, 4, 5 തവണ പോയി കാണുകയും അവരുടെ സുഖദുഃഖങ്ങൾ കൈകാര്യം ചെയ്യുകയും അവർക്ക് ആപത്ത് വരുമ്പോൾ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സംഘടന അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ കൃത്യമായി ആളുകൾ കൂടാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ആദ്യമായി പറയാനുള്ളത്. സംഘടനയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്നു, 1504 യൂണിറ്റുകളിലും സാംസ്കാരിക സമിതിയുണ്ട്, അതുപോലെ വനിതാവേദിയുണ്ട്, അതുപോലെ സംസ്ഥാനത്ത് വനിതാവേദിയുണ്ട്, സാംസ്കാരിക വേദിയുണ്ട്, ബ്ലോക്കുകളിൽ വനിതാവേദിയുണ്ട്, സാംസ്കാരിക വേദിയുണ്ട്, അതുപോലെ ജില്ലയിലും വനിതാവേദിയും സാംസ്കാരിക വേദിയുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഏറ്റക്കുറച്ചിലോടുകൂടി ഇവിടെ ഈ ആളുകളെ പങ്കെടുപ്പിക്കുന്ന സമീപനമുണ്ട്. നമ്മൾ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മെമ്പർഷിപ്പാണ്. ആ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് ഒട്ടനവധി സംഘടനകൾ, ജാതി സംഘടനകളുണ്ട്, ചില രാഷ്ട്രീയ പാർട്ടിക്ക് സംഘടനകളുണ്ട്, ലീഗിന് വരെ സംഘടനയുണ്ട്, SNDPക്ക് സംഘടനയുണ്ട്. അങ്ങനെ സംഘിന് സംഘടനകളുടെ അധ്യക്ഷൻ പറയുകയുണ്ടായി. സംഘിന് സംഘടന നമ്മൾ നടത്തുന്ന പരിപാടികൾ കൃത്യമായി പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാൻ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ പരിശോധിക്കണം. നമ്മളെ ഈ മാധ്യമങ്ങൾ മനോരമയും മാതൃഭൂമിയും വായിക്കുന്നത് നമ്മളെ ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുത്തുന്നത്. അതിൻ്റെ അവർക്കൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. മനോരമ വായിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, കേരളമതി വായിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. നമ്മളെ കാര്യങ്ങൾ പറയാത്ത പത്രങ്ങളാണ് നമ്മളെല്ലാം തന്നെ വായിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ കുറേ വ്യത്യാസം, കോപ്പിയുടെ കുറവൊക്കെ വന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളും കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ ആനുകൂല്യങ്ങളുടെ അല്ലെങ്കിൽ ചികിത്സ കൃത്യമായി ചികിത്സയുടെ എമൗണ്ട് വർദ്ധിപ്പിക്കണം എന്ന് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ലക്കം പെൻഷൻ മാസീകരിക്കാത്തത് ആ 17 നിർദ്ദേശങ്ങൾ നമ്മൾ മാത്രമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കാണാതിരിക്കുകയല്ല, ഇത് ഒരുപാട് കുഴപ്പമാണ്. സന്തോഷത്തിന്റെ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ടാണ് അവർ ആ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചത്. അപ്പൊ അതെല്ലാം തന്നെ നമ്മളെ സംഘടനയ്ക്ക് മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സുമനസ്സുകളായിട്ടുള്ള ആളുകൾ തരുന്ന സമ്പത്ത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. മീകറായി ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആളുകൾ. അത് ഒന്നുകൂടെ കൂട്ടിവെച്ച് ഡെപ്പോസിറ്റ് ചെയ്യാനേ നോക്കൂ. നമ്മളെ സംഘടനയെ സംബന്ധിച്ച് നിർധനരായ അല്ലെങ്കിൽ നമ്മൾ എക്സ്ഗ്രേഷ്യ പെൻഷൻ മേടിക്കുന്ന ആളുകളും ഫാമിലി പെൻഷൻകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ചെന്നാൽ കൃത്യമായി പൈസ തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നതെന്നും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന കമ്മിറ്റി ഒരു പൈസ പിരിക്കുന്നില്ല. ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ സാറ്, കണവ ടീച്ചർ, SP രാജേന്ദ്രൻ സാറ്, വേദിയിരിക്കുന്ന ബഹുമാനിയെ, പ്രിയമുള്ള പെൻഷൻ സുഹൃത്തുക്കൾ, നമ്മുടെ സംഘടനയെ ആഹ്വാനം അനുസരിച്ച് കുടുംബമേള അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങളെല്ലാം എല്ലാ യൂണിറ്റ് തലത്തിലും ചേരണമെന്ന് നിർദ്ദേശിക്കുകയാണ്. അതുപോലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വനിതാവേദി ശക്തിപ്പെടുത്തി വനിതകളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ സംഘടന ഇത്തരം വേദികൾ പ്രത്യേകം ചേർത്ത് വരുന്നതാണ്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കക്ഷിരാഷ്ട്രീയത്തിനും സർവീസ് ലഭിക്കുന്ന സത്യ വ്യത്യാസത്തിനും സ്ത്രീപുരുഷ വിവേകം എല്ലാം പാലിച്ചുകൊണ്ട്
പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സംഘടന പ്രവർത്തിക്കുന്നതിന് അതിനൊന്നും ഇതുവരാരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ മാത്രം ആനുകൂല്യങ്ങൾ നേടുന്നതിന് മാത്രം വേണ്ടിയുള്ള സമരങ്ങൾ നടത്തുക എന്നായിരുന്നു നമ്മുടെ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തന്നെ പരിമിതപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കലാപരമായ കഴിവുകൾ പെൻഷൻകാരുടെ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടുന്ന കുടുംബങ്ങളുടെ ആളുകളിലേക്ക് കലാപരമായ കഴിവുകൾ കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ സംഘടന തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ കുടുംബ സംഘടനകളും നമ്മൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ ആനുകൂല്യങ്ങളെ മാത്രം സംസാരിക്കുന്നില്ല. അങ്ങനെ പടിപടിയായ ഉയർത്തി ഒരുപാട് കലാപരമായ വാസനകൾ മക്കളും കുടുംബാംഗങ്ങളുടെ കലാപരമായ വാസനകൾ ഇതൊക്കെ വാസനകൾ ഇന്ന് പാട്ടും പാടും കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂടവേ ഞാൻ പണ്ടേ വളഞ്ഞേ പാട്ടും പാടും കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂടവേ ഞാൻ പണ്ടേ വളഞ്ഞേ എന്നിട്ടും പാടാനിരിക്കാൻ വയ്യടിയേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിയേ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാവും. ദൈവം നമ്മളെയും കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ടു. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം നമ്മളെയും കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ട്. കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം. കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. പാട്ടും വരുന്നത് കട്ടങ്ങഴിക്കടിതയ്യേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയ്യേ കൂട്ടാളരെ എല്ലാം വിളിക്കടിതയ്യേ. ആതിര രാജ് എംടെക് എഞ്ചിനീയറിംഗിൽ ഡിസ്റ്റിങ്ഷനിലൂടെ ഫസ്റ്റ് ക്ലാസ് നേടിയ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാജൻ ചെട്ടിയാർ സാറിൻ്റെ മകളാണ് ആതിര രാജ്. ശങ്കർ ജി കെ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ്. നമ്മുടെ പെൻഷൻ കുടുംബാംഗം ശ്രീമതി സുധയുടെ ചെറുമകനാണ്. അടുത്തത് T ദേവകൃഷ്ണൻ. സംസ്ഥാന തലത്തിൽ നടന്ന ഗണിതശാസ്ത്ര ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ 2 നായരുടെ മകനാണ് T ദേവകൃഷ്ണൻ. ഹർഷൻ H കരാട്ടെ. ഹർഷനോടൊപ്പം ഇവിടെ ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ആ ഡെമോൺസ്ട്രേഷനിൽ ഇദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുന്നത് ഒരു കാർത്തിക്കാണ്.
ആ കാർത്തിക്കിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കാർത്തിക്. കനകമ്മ ടീച്ചർ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള മുതിർന്ന അംഗീകരിക്കുന്നുണ്ടോ ഏറ്റവും യൗവനവും ഏറ്റവും മുതിർന്ന വ്യക്തിത്വമായ നമ്മുടെ കനകമ്മ ടീച്ചർ മനോഹരമായിട്ട് പാടുപാടുന്നുണ്ട്. ആശംസ ഈ യൂണിറ്റിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ഗീതാമൂർത്തി, ഇവിടെ ഈശ്വര പ്രാർത്ഥന പാടിയ ശ്രീമതി അനിതാകുമാരി പാട്ടുകാരി, സ്വാഗതം പറഞ്ഞ നമ്മുടെ സെക്രട്ടറി ബാലേശ്വര സാർ, ഇവിടെ ഈ യോഗം കുടുംബ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ സെക്രട്ടറി ജയന്ത് സാർ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള സദാനന്ദ സാർ, നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി SP രാജേന്ദ്രൻ സാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിട്ടുള്ള ശിവപ്രസാദ് സാറ്, നമ്മുടെ എല്ലാ ആയിട്ടുള്ള സുധീന്ദ്രൻ പിള്ള, ശ്രീമതി ലളിത സദാശിവൻ വൈസ് പ്രസിഡന്റ്, നമ്മുടെ സാംസ്കാരിക വേദി കൺവീനറും കൂടിയായിട്ടുള്ള അരവിന്ദ് സാറ്, വനിതാവേദി കൺവീനർ ശ്രീമതി ബേബി ഗിരിജ, കൃതജ്ഞത പറയുന്ന സുനിത, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, കൊച്ചുമക്കളെ, നമ്മൾ ഇന്നിവിടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കുടുംബ സംഗമമാണ് ഇവിടെ നടത്തുന്നത്. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ പറഞ്ഞ് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ 30 പൂവേ
അവതരിപ്പിച്ചു. അടുത്തതായി നമ്മുടെ നിരാജന സാറിന് ഒരു കലാപരിപാടി അവതരിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഗുണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനത് ഇക്കണ്ട കാലവും മാവേലി മന്ത്രിണ്ട് ഉച്ചകളികളിലോ പെട്ടെന്നവർക്കെയും ഇല്ലാതെയാളുവാൻ രക്ഷിക്കും മുമ്പിൽ ദൈവമില്ല. തനി തന്നാനെ തനി തന്നാനെ തനി തന്നാനെ തന്നാന തനി തനി തന്നെ തനി തനി തന്നെ തനി തനി തന്നെ തന്നാന കുളിച്ച് പരമ്പര കാക്കുന്നവർ വയ്ക്കുവാനാവില്ല. കുത്തറുപ്പുകൾ സദ്യയും പൂക്കളും മുത്തകരങ്ങൾ വിളിച്ചു നിൽക്കും. ബഹുമാന്യ ജില്ലാ സെക്രട്ടറി, ജില്ലാ വൈസ് പ്രസിഡന്റ്, ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരെയും പേര് എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും പ്രത്യേകം പറയുന്നില്ല. സെക്രട്ടറി, സുരേന്ദ്രൻപിള്ള, നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ബഹുമാന്യര്. പിന്നെ നേരത്തെ ഓരോരുത്തർ പ്രസംഗിച്ചപ്പോഴും കുടുംബ സംഗമമാണ്, പിന്നെ എന്തിന് സംഘടനാ കാര്യങ്ങൾ എന്ന് പലരുടെയും മുഖഭാവം കണ്ടു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും സംഘടനാ കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. അതുകൊണ്ട് ഇനി സംഘടനാ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ആദ്യം ഈ വളരെ മിടുക്കരായ വിദ്യാഭ്യാസത്തിലും ഓരോന്നിലും വളരെ അതിൻ്റെ ഒരു മെച്ചപ്പെട്ട കൂടുതൽ പ്രവർത്തകരെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. വേറെ 2 സംഘടനകളിൽ ഞാൻ നേരത്തെ സർവീസിലുള്ളപ്പോൾ നോൺ ഗസറ്റ് വിഭാഗത്തിലും ഗസറ്റ് വിഭാഗത്തിലും വർഷങ്ങൾ പ്രവർത്തിച്ചതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്, പുതിയ ആൾക്കാരെ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരാൻ. ഇവിടെ അത് നടക്കാത്ത ഒരു സ്ഥിതി ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നില്ല. താരതമ്യേന മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്ന ഒരു യൂണിറ്റാണ് ഇത്. ആ യൂണിറ്റ് ഇപ്പോൾ ഭവന നിർമ്മാണത്തിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മതിയാക്കാം. പൈസ എടുക്കപ്പെട്ടെന്നാണ് അറിയുന്നത്. തൂവക്കാട് എഴുതിയ കാട്ടുപോകുന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്ന് മാത്രം. മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു അരികിലെത്താൻ. മണമില്ല മതമില്ല ആനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി. എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്ര അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ യൂണിറ്റിന്റെ ട്രഷററായ ശ്രീ സുധീകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
KSSPയുടെ പൂതക്കള യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുടുംബ സംഗമമാണ്. KSSPയുടെ പൂതക്കള യൂണിറ്റ് വിവിധ പരിപാടികൾ നടത്താറുണ്ട്. എല്ലാ തവണയും നമ്മൾ നടത്തുന്ന രീതി അനുസരിച്ച് കുടുംബസംഗമത്തിന് ആൾ കുറച്ച് കുറവായിപ്പോയി. എങ്കിലും നല്ല രീതിയിൽ നടക്കുന്നു. അതിലൂടെ അതിന് പ്രഗത്ഭ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായ ഉന്നത വിദ്യാഭ്യാസത്തിന് നേടിയ വിജയത്തിന് ആശംസകൾ അവർക്ക് മൊമെൻ്റോ കൊടുത്തു. കൂടുതൽ ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ കൊച്ചുകുട്ടികൾ പാടിയത് വളരെ നന്നായിരുന്നു. ഇതെല്ലാം നമുക്ക് അനുവദിച്ചത് അതിൻ്റെ പ്രവർത്തി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ കരാറുകാരന് പൈസ കുറച്ചുകൂടെ കൊടുക്കാനുള്ളൊരു പ്രശ്നം മാത്രമല്ല, അത് പലതും കടത്തിലൊക്കെ കടം കൊടുത്തും സുധീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് തീർത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് നമ്മളെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് സെക്രട്ടറി ഇവിടെ പറയുകയുണ്ടായി. അത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ കുടുംബത്തിന് അത്യാവശ്യമായി മാറ്റേണ്ട ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ എല്ലാവരും കൂട്ടായ ശ്രമത്തോടെ അത് നടക്കണം. ഡോക്ടർ കെ സജി കോഴിക്കോടിൻ്റെ ആരു ഞാനാകണം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ആരു ഞാനാകണം, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം. ആരു ഞാനാകണം എന്നുണ്ണി ചോദി ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം പോലെ ഒരു സർവാംഗസുന്ദരം. അത് കഴിയുമ്പോഴേക്കും പോകും. സാറിനെ കുറിച്ച് പറഞ്ഞാൽ സാറിനിപ്പോൾ എന്നാ ഓർമ്മയെന്ന് എനിക്കറിയത്തില്ല. ഒരു 10-35 കൊല്ലത്തിന് മുമ്പ് എനിക്ക് സാറിന് കഴിയും. സാറിന് ഓർമ്മയുണ്ട് തന്നെ. ഞാൻ കൊല്ലം SP-യുടെ ഓഫീസിലായിരിക്കുമ്പോൾ സാർ അന്നേ സംഘടനാ പ്രവർത്തനമുണ്ട്. സാറ് NGO യൂണിയൻ്റെ വളരെ നല്ല പ്രവർത്തനമാണ്. ശിവശങ്കർ സാർ അറിയാമോ സാർ? ശിവശങ്കർ സാർ. ഞങ്ങൾ രണ്ടും ഒരു റൂമിൽ ഞങ്ങൾ ജോലി ചെയ്തു. പക്ഷെ ഞങ്ങൾ രണ്ട് സംഘടന, ഞാൻ പോലീസ് അസോസിയേഷനും സാറ് മറ്റവരെല്ലാം മിനിസ്റ്ററിൽ വിങ്ങിയാണ്. അപ്പോൾ സാറോടൊന്ന് അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് നോട്ടീസ് മാത്രമേ തരത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സാറിൻ്റെ പേര് ഓർമ്മയില്ല. അന്നും ഇതുപോലെ വെള്ളമെടുപ്പം കൊണ്ടുകൊടുത്ത് ഏകദേശം ഇതുപോലെ ഇരിക്കുക സാർ. ശരിക്കും പറഞ്ഞാൽ ഏകദേശം എനിക്ക് 40 വർഷമായിട്ട് അറിയാം സാർ. അന്നേ മിക്കവാറും ഞാനവിടെ 8-9 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു വിങ്ങിൽ തന്നെ ബിൽബ്രാഞ്ച് എന്ന് പറയും അവിടെ. അതായത് SP ഓഫീസിന്റെ പഴയ കെട്ടിടത്തിന് മേളിലെത്താൻ ചെറിയ പോകും. അതിനകത്തായിരിക്കുന്ന ശിവശങ്കരൻ്റെ ഞാനും മാത്രമേ ഇവിടെ 2 പുരുഷന്മാർ, ബാക്കിയെല്ലാം സ്ത്രീകളാണ്. അങ്ങനെ ഒരു വർഷനാളെ ജോലി ചെയ്തു. അപ്പോൾ മിക്കവാറും മാസത്തിൽ ഒരു ദിവസം സാറോട് വരും. സാറോട് വന്നാണ് പരിപാടി തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശിവശങ്കരാണ് നല്ലൊരു പ്രവർത്തനമായിരുന്നു അന്ന് സാറിനോടൊപ്പം. ഓക്കെ, അതിൽ വളരെ സന്തോഷം എന്ന് പറയാൻ കാര്യം ഇത്രയും സമയം സാർ അതുപോലെ തന്നെ നമ്മുടെ SP രാജേന്ദ്ര സാർ നമ്മളെ പാട്ടൊക്കെ കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അത് വളരെ സന്തോഷം. അതൊക്കെ തന്നെ ഏറ്റവും നല്ലൊരു നന്മ അവരിൽ കാണും. എത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളം, രാജപാതയിൽ കുതിച്ച വണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. രാജപാതയിൽ കുതിച്ച വണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ നെയ്തെടുത്ത കേരളം.
അബ്ദുൽ ഖാദർ മൗലവിമാർ പാടിത്തന്ന നന്മകൾ മലബാറിൻ സംസ്കാരം ചേർത്തുവച്ച മഹിമകൾ. അബ്ദുൽ ഖാദർ മൗലവിമാർ പാടിത്തന്ന നന്മകൾ മലബാറിൻ സംസ്കാരം ചേർത്തുവച്ച മഹിമകൾ. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ കേട്ടുണർന്ന കേരളം ചങ്ങാല ദുഷ്ടതയ്ക്ക് നേർകൊടുത്ത കേരളം. പ്രളയ ദുരിതം കൊണ്ടുവന്ന മഴയെ കണ്ട കേരളം അതിജീവനത്തിന്റെ സ്നേഹമാണ് കേരളം. പ്രളയ ദുരിതം കൊണ്ടുവന്ന മഴയെ കണ്ട കേരളം അതിജീവനത്തിന്റെ സ്നേഹമാണ് കേരളം. എന്റെ കർഷകരുടെ പ്രത്യേകമാണ്. ഒരു പൊന്നാര പറന്നു വന്നു ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. പാടാത്ത പാട്ടിൽ പറയാത്ത കഥയില്ല ഓടോടി വന്നു എന്നെ തേടിക്കൊണ്ട്. നമ്മുടെ ബഹുമാനിയായ ഗീതാകുമാരി വേദിയിലും സംസ്കരിക്കുന്ന ബഹുമാനി വാസ്തവത്തിൽ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ്. കാരണം ഞാൻ യൂണിറ്റ് ഭാരവാഹിയും ബ്ലോക്ക് തലത്തിൽ ഭാരവാഹിയാണ്, ജില്ലാ കൗൺസിൽ മെമ്പർ എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്, ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റിയിൽ ഞാനില്ല. പക്ഷേ ബ്ലോക്കിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ കൺവീനറായിട്ട് കൊടുക്കുന്നത് ഞാനാണ്. ഒരുപക്ഷെ ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഈ 7.25 എന്ന് പറയുന്ന ലക്ഷത്തിന് ആ വീട് നിർമ്മിക്കാൻ പറ്റുന്നത്. അത് ചിലപ്പോൾ ഒരു 10 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ടെൻഡറുകളെന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലും ഇതിന്റെ മുകളിൽ കിട്ടിയ ടെൻഡർ എന്ന് പറയുന്നത് 8.5 ലക്ഷം രൂപ. നമ്മളുടെ ഇടപെടൽ കൊണ്ടാണ്, നമ്മുടെ നല്ല എൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ കെട്ടിടം ഈ 7.25 ലക്ഷം നിർമ്മിക്കാൻ പറ്റി സന്തോഷമായി പിരിയേണ്ട ഒരു സ്ഥലമാണ്. അതിനിടയ്ക്ക് ചില അവശബ്ദങ്ങളൊക്കെ വന്നു പോയതിൽ ഉള്ള ഒരു ദുഃഖം ഉണ്ട്. എങ്കിലും വൈസ് പ്രസിഡന്റ് കനകമ്മ ടീച്ചർ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുകാരെ, നന്നായി നിൽക്കുവിൻ കൂട്ടുകാരെ, നമ്മൾ ഒത്തുപിടിക്കുവിൻ കൂട്ടുകാരെ. ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മളെ സഹിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്ര സാറും SP രാജേന്ദ്ര സാറും അതുപോലെ പ്രസിഡന്റ് എല്ലാവരും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളെ കൊല്ലാൻ തന്നെ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പാടാൻ പോകാം. 2-3 മിനിറ്റൊക്കെ തീരുമല്ലോ പാട്ടാകുമ്പോൾ. കവിത ആകുമ്പോൾ 5-6 മിനിറ്റ് പോകും. അതുകൊണ്ടാണ് പാടുമെന്ന് വെച്ചാൽ പാടത്തില്ല, പിന്നെ പാടാണെങ്കിലും പാടാം. പല്ലനയാറിൻ തീരത്ത്, പഴയ പാട്ടാണ്, ശരിയാവുമെന്ന് അറിയത്തില്ല, തൊണ്ട അറിയാം. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്കു വയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം. Thank you.
മുറ്റത്തെത്തിയ മഴവെള്ളത്തിൽ പൊട്ടി വിടർന്നൊരു നീർക്കുമിള. അച്ഛൻ വന്നാൽ എനിക്കു കാട്ടാൻ എടുത്തു തരുമോ കണ്ണാടി? അച്ഛൻ വന്നാൽ എനിക്കു കാട്ടാൻ എടുത്തു തരുമോ കണ്ണാടി? മുറ്റത്തെത്തിയ മഴവെള്ളത്തിൽ പൊട്ടി വിടർന്നൊരു നീർക്കുമിള. ആഹ്ലാദത്തിൻ്റെ രോമാഞ്ചത്ത അരിക. എങ്കിലും നമ്മുടെ ഈ സർവീസ് ജീവിതം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നവരാണ് നാം എല്ലാവരും. നമ്മളെ വയോധികരെന്നും ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്നവരെന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. നമ്മുടെ ഒരധ്യായം കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത അധ്യായത്തിന്റെ തുടക്കമാണ്. ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ സേവനം. ഇനി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ പ്രഭാതം തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാവരും നല്ലതുപോലെ ആസ്വദിക്കുക, ഒരുപാട് സംസാരിക്കുക. അതായത് നമ്മളിപ്പോൾ ഇവിടെ കൂടിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി വന്നു കഴിഞ്ഞു. വീട്ടിലിരുന്നതിന് കിട്ടില്ല. നല്ലൊരു സായാഹ്നം പാഴാക്കിയ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് അവരോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ പങ്കെടുത്ത് നമ്മുടെ മനസ്സിനെ സന്തോഷമുള്ളതാക്കുക, കൂടുതൽ സംസാരിക്കുക. കൂടുതലെന്ന് വെച്ചാൽ നല്ല വാക്കുകൾ സംസാരിക്കുക. കൂടുതൽ സംസാരിക്കുമ്പോൾ പിന്നെ കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല.